എല്ലാവർക്കും നമസ്കാരം. അടിയന്തരമായ സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ വിളിക്കുന്ന കുറേ സർവീസുകളുണ്ട്. ഒന്ന് ഫയർഫോഴ്സാണ്, രണ്ട് പോലീസ് സംവിധാനമാണ്, മൂന്നാമത് വേറൊരു കൂട്ടരുണ്ട് ആംബുലൻസ് സർവീസ്. നിങ്ങൾക്കറിയാം, ഒരു ആംബുലൻസ് ഓടിക്കുന്ന ഡ്രൈവറുടെയും അതിൻ്റെ അകത്തെ നഴ്സുമാരുടെയൊക്കെ ജീവിതം എങ്ങനെയാണെന്നുള്ളത്. പലപ്പോഴും ശരവേഗത്തിൽ വലിയ ശബ്ദത്തോടു കൂടി ലൈറ്റ് സംവിധാനങ്ങളോടുകൂടി പാഞ്ഞു പോകുന്ന ആംബുലൻസ് സർവീസുകളെ കാണുമ്പോൾ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയാറുണ്ട്. പലരും ആശ്ചര്യപ്പെട്ട് നിൽക്കും. ചിലരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ എന്താണ് ലൈറ്റിട്ട് വെറുതെ പോകണമെന്ന് പറയുന്നവരുണ്ടാവും. ചിലർ ആംബുലൻസിൻ്റെ പിന്നിലൂടെ ട്രാഫിക് കൂടി പിടിക്കാണ്ട് ആംബുലൻസിൻ്റെ പിന്നിൽ കൂടെ പോകുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെ പലതരത്തിൽപ്പെട്ട ആളുകൾ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി പാച്ചിൽ നടത്തുന്നവരാണ്. ജീവൻ്റെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള പാച്ചിലിനും ജീവനും ഇടയിൽ അങ്ങനെ ഒരു പാച്ചിലുകാരാണ് ഈ ആംബുലൻസ് ഡ്രൈവേഴ്സ്, ജീവൻ്റെ പാച്ചിലുകാർ. ഒരു ആംബുലൻസ് ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം, അതിൻ്റെ അകത്തെ നഴ്സിനെ സംബന്ധിച്ചിടത്തോളം പലതരത്തിൽപ്പെട്ട വ്യത്യസ്തമായ സ്വഭാവ പ്രകൃതങ്ങളുള്ള രോഗികളൊക്കെ കൊണ്ടുപോകുന്നവരാണ് അവർ. ചില രോഗികളൊക്കെ വലിയ അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കും. അങ്ങനെ അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുമ്പോൾ അതൊക്കെ ചില സമയങ്ങൾ ആക്രമണങ്ങൾക്ക് വിധേയരായിട്ട് വന്നിട്ടുണ്ട് ഈ ഡ്രൈവർമാരും ആംബുലൻസ് ഡ്രൈവർമാരും നഴ്സുമാരും. ഞാനിത് പറയാൻ കാരണം, ഇന്നലെ വൈകിട്ട് 7:30 കൂടി നമ്മുടെ ആനമല ജംഗ്ഷൻ കഴിഞ്ഞിട്ട് അവിടെ ഒരു പേഷ്യൻറ്റിനെ, ഒരു മുഖത്ത് എന്തോ ഒരു സാധനം കൊണ്ട് വരഞ്ഞ പോലെ വന്ന ഒരു പേഷ്യൻറ്റിനെ, ഒരു പത്തനംതിട്ട സ്വദേശിയായിട്ടുള്ള ഒരു പേഷ്യൻറ്റിനെ സംവിധാനങ്ങൾ അറിയിച്ചതിനെ തുടർന്ന് 108 ആംബുലൻസ് സംവിധാനം, ചാലക്കുടി ഗവൺമെൻറ് ആശുപത്രിയിലെ 108 ആംബുലൻസ് സംവിധാനം അവിടെ നിന്ന് ഈ രോഗിയെ എടുത്ത് ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. തുടർന്ന് അവിടെ നിന്ന് സാധാരണ ചെയ്യുന്ന പരിപാടി റഫർ ചെയ്യാനായിട്ടുള്ള അധികാരം ഉണ്ടോ? മെഡിക്കൽ കോളേജിലേക്ക് റഫറിങ്. ആ മെഡിക്കൽ കോളേജിലേക്ക് ഈ രോഗിയെ കൊണ്ട് 108 ആംബുലൻസ് സർവീസ് പോവുകയാണ്. പോയി നമ്മുടെ കോട്ട മേൽപ്പാലത്തിൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ രോഗി, ഉള്ളിലിരുന്ന രോഗി, അയാൾ നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ആ രോഗി സിഗരറ്റ് ലാമ്പ് എടുത്ത് കത്തിക്കുകയാണ്. സിഗരറ്റ് ലാമ്പ് എടുത്ത് കത്തിക്കാൻ പോകുന്ന സമയത്ത് ഉടനെ നഴ്സായിട്ട് ഉള്ളിലിരുന്ന ആൾ ഇത് തടഞ്ഞപ്പോൾ ഇയാൾക്ക് ഭയങ്കര ദേഷ്യമായി. അവിടെ വെച്ച് അസ്വസ്ഥതകൾ സംഭവമായി, പ്രശ്നങ്ങളായി. ഈ നഴ്സിനെ മർദ്ദിച്ചു. തുടർന്ന് വണ്ടി അവിടെ ഓഫ് ചെയ്തിട്ടു. തുടർന്ന് ചാലക്കുടി ഗവൺമെൻറ് ആശുപത്രിയിൽ തന്നെ ഉള്ള സ്റ്റാഫ്, അവർ 2 പേര് ഈ ആംബുലൻസ് അങ്ങനെ നിർത്തിയിട്ടാണ്, 108 ആംബുലൻസ് ആണല്ലോ, ആംബുലൻസ് നിർത്തിയിട്ടാണ് സാഹചര്യം കണ്ട് അവർ ഈ ആംബുലൻസിൻ്റെ അടുത്തേക്ക് വന്നു. ഈ അടുത്തേക്ക് വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ നഴ്സിനെ ഈ പേഷ്യൻറ്റ് ആക്രമിക്കുകയാണ്. അയാൾ നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ആംബുലൻസ് ഡ്രൈവറും നഴ്സും ചേർന്ന് 108 ആംബുലൻസ് സംവിധാനത്തെ ഈ വിവരം അറിയിച്ചു. അവരടുത്തുള്ള ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ ഇയാൾ ഇറക്കാൻ പറഞ്ഞു. അങ്ങനെ പോലീസ് സ്റ്റേഷൻ്റെ അവിടെ കൊണ്ടുചെന്നു. പക്ഷേ പോലീസ് സംവിധാനങ്ങൾ മറ്റൊരു ഇടപെടലാണ് അവിടെ നടത്തിയത്. നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഇവരെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോകേണ്ടതായിരുന്നു എന്നുള്ളൊരു സമീപനമാണ് സ്വീകരിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും രോഗി തന്നെ, അതിൽ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഈ രോഗി അക്രമാസക്തനാകുന്നതിൻ്റെ ഇടയിൽ ഈ രോഗിയുടെ കയ്യിൽ വല്ല ആയുധ സംഭവങ്ങളുണ്ട്, ഒന്ന് പൂളി കളഞ്ഞാണെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും? ഓരോ ആംബുലൻസ് ഡ്രൈവറുടെയും അതിൻ്റെ അകത്തെ നഴ്സുമാരുടെയും ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വെല്ലുവിളികൾ നിറഞ്ഞ, പ്രതിസന്ധികൾ നിറഞ്ഞ ജീവിതമാണ് അവരുടേതെന്നാണ് എനിക്ക് ഈ സംഭവത്തിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. വീണ്ടും അവരെ ചാലക്കുടി ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് വീണ്ടും ഈ പേഷ്യൻറ്റിനെ എത്തിച്ചു. ആൾക്ക് പറ്റിയിട്ടുള്ള പരിക്കിൻ്റെ അസ്വസ്ഥത കൊണ്ട് എന്തോ ആൾ ഉറക്കത്തിലായി. തുടർന്ന് അവിടുന്ന് വീണ്ടും മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞു, ഇനി ഞങ്ങൾ ഒരാൾ പിറകിലും വണ്ടി ഓടിക്കുന്ന ഡ്രൈവറായിട്ട് ഞങ്ങൾ പോകില്ല, കാരണം ഞങ്ങൾക്ക് ഇത്രയും ആക്രമണങ്ങൾ ഞങ്ങൾക്ക് ഏറ്റു, ഇനി നിങ്ങളുടെ ഭാഗത്ത് ഏതെങ്കിലും സ്റ്റാഫിനെ വേണം എന്നൊക്കെ അവിടെ പറയുന്നുണ്ടായിരുന്നു. ഞാൻ നമ്മുടെ ഒരു സുഹൃത്ത് ഈ സംഭവം, ഈ ആംബുലൻസ് നിർത്തിയിട്ടിരിക്കുന്ന സംഗതി കണ്ടിട്ടാണ് എന്നെ ഈ വിവരം അറിയിക്കുന്നത്. തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, ആംബുലൻസ് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ജീവൻ്റെ പാച്ചിലുകാരാണ്, ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി പാച്ചിൽ നടത്തുന്നവർ. അവർക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ അവരെ ആംബുലൻസ് ഡ്രൈവർമാർക്കും നഴ്സുമാർക്കൊക്കെ എന്ത് പരിരക്ഷയാണെന്നുള്ളതാണ് ഞാൻ ചിന്തിച്ചു പോകുന്നത്. ഇപ്പോൾ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇതിൽ മറ്റൊരു സംഭവം ഞാൻ സ്ഥിരമായിട്ട് പറയാറുള്ള കാര്യമാണ്. നമ്മൾ ചാലക്കുടി ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ സംവിധാനം കുറേ കൂടി മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. തീർച്ചയായിട്ടും സനീഷ് കുമാർ ജോസഫ് MLA ഈ വിഷയത്തിൽ സത്യമായി ഇടപെടണം. ഈ വിഷയമല്ല, ഗവൺമെൻറ് ഹോസ്പിറ്റൽ സംവിധാനങ്ങൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൽ ഇടപെടും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ അവിടെ ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് ഈ ആവശ്യമില്ലാത്ത റഫറിങ്. ഈ റഫറിങ്ങുകൾ ഇങ്ങനെ എന്ത് വന്നാലും റഫർ ചെയ്യുന്നത്, ഇത് സ്ഥിരമായിട്ട് അവിടെ ഉന്നയിക്കപ്പെടുന്ന ഒരു പരാതിയാണ്. ഞാൻ പറയുന്നത്, നമുക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ തീർച്ചയായിട്ടും റഫർ ചെയ്യണം. പക്ഷേ ചില സംഭവങ്ങൾ, ഇപ്പോൾ ഈ അടിയന്തര സാഹചര്യങ്ങൾ എമർജൻസി ആയിട്ട് പോകുന്ന സംവിധാനമാണ് ആംബുലൻസ് സർവീസ്. ഇപ്പോൾ ഈ ആംബുലൻസ് സർവീസ് ഇയാളെയും കൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നു. അതിൻ്റെ ഇടയിൽ വേറെ പ്രധാനപ്പെട്ട ആക്സിഡൻറ്റുകളോ മറ്റു സംഭവങ്ങളോ സംഭവിക്കുകയാണെങ്കിൽ എന്തായിരിക്കും ചെയ്യുക? അടിയന്തര സാഹചര്യങ്ങളിലാണ് ആ 108 ആംബുലൻസ് സംവിധാനങ്ങൾ ഉപയോഗിക്കേണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാ ആംബുലൻസ് ഡ്രൈവർമാരും അതിലുള്ള നഴ്സുമാരും ചെയ്യുന്നത് വലിയ സുദൃഢമായിട്ടുള്ള ഒരു സേവനമാണ്. ആ സേവനത്തിനിടയിൽ അവർക്ക് യാതൊരു പരിരക്ഷകളും ഇല്ല എന്നുള്ളൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ പലർക്കും, ഞാൻ സംസാരിക്കുന്ന പലരും ഈ ജോലി വിട്ടെറിഞ്ഞ് പോയാലോ എന്നൊക്കെ ചിന്തിക്കുകയാണ്. എല്ലാവർക്കും ഒരു മനോധൈര്യവും ആത്മധൈര്യമൊക്കെ ഉണ്ട് അവർ ചെയ്യുന്ന ജോലിയിൽ, അല്ലേ? ആ മനോവീര്യവും ആത്മധൈര്യമൊക്കെ തകർന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇങ്ങനെ എല്ലാ തിക്കിനും തിരക്കിനും ഇടയിലൂടെ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കുന്ന ഒരു ആംബുലൻസ് ഡ്രൈവർ, അയാളുടെ മനസ്സ് ചത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനോധൈര്യം നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പ്രതിസന്ധിയായിരിക്കും. കഴിഞ്ഞ കൊല്ലങ്ങളിലൊക്കെ അവർക്ക് ശമ്പളം കിട്ടുന്നതിലൊക്കെ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ ഞാൻ വാർത്ത ചെയ്തിരുന്നു. ഒപ്പം ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ചകളെ പറ്റി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ വിഷയത്തിൽ ഈ ആംബുലൻസ് ഡ്രൈവറും നഴ്സും വളരെ നിസ്സഹായരായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കണ്ട്. അവർക്കൊരു പരാതിപ്പെടാൻ, അവരോട് ഞാൻ ചെന്ന് കാര്യങ്ങൾ ചോദിച്ചിട്ട് പോലും അവർ പറയുന്നില്ല. അവിടെ ഇവിടെയൊക്കെ നോക്കി ഏതാണ്ട് ഭയചകിതരായിട്ടാണ് നിൽക്കുന്നത്. എന്താണെന്നറിയില്ല, അവർക്ക് ഇങ്ങനത്തെ വിഷയങ്ങൾ പുറത്ത് പറയാൻ പാടില്ല. ഞാൻ ഈ വിഷയങ്ങൾ സംസാരിച്ചപ്പോഴും അവർ മിണ്ടുന്നില്ല. നമ്മുടെ സുഹൃത്ത് വഴിയായിട്ട് ഈ വിഷയങ്ങൾ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ക്ലാരിഫിക്കേഷന് വേണ്ടി കാര്യങ്ങൾ സംസാരിക്കാൻ ചെന്നപ്പോൾ അവർ മിണ്ടുന്നുണ്ടായിരുന്നില്ല.
അപ്പോൾ ഏറ്റവും അടിയന്തരമായിട്ട് സനീഷ് കുമാർ ജോസഫ് MLA നമ്മുടെ ചാലക്കുടി ഗവൺമെൻറ് ആശുപത്രിയിലെ ചില സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താൻ അടിയന്തരമായിട്ട് ഇടപെടൽ നടത്തണം. ഒന്ന് ഈ റഫറിംഗ് പരിപാടി, രണ്ട് ആ ഹോസ്പിറ്റലിൽ നല്ല ഉത്തരവാദിത്തമുള്ള ആളുകളെ പോസ്റ്റ് ചെയ്യണം. അതാണ് എനിക്ക് ഏറ്റവും ആദ്യം പറയാനുള്ളത്. അത്യാവശ്യം നല്ല ക്രിയാത്മകമായി ഇടപെടുന്ന നല്ല ഹോസ്പിറ്റലിൻ്റെ മേൽനോട്ടം വഹിക്കാവുന്ന ആളുകളൊക്കെ അതിലേക്ക് കൊണ്ടുവരണം. അല്ലെങ്കിൽ ഈ റഫറിങ്ങുകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. ആംബുലൻസ് ഡ്രൈവർമാരെ നിങ്ങളുടെ സേവനങ്ങൾക്ക് ഒരിക്കൽ കൂടി ബിഗ് സല്യൂട്ട്.